ഹായ് ഗൈസ്, നമ്മളൊരു സ്ഥലം വരെ പോവാണ് ഗൈസ്. വേറെ എവിടെയല്ല, നമ്മുടെ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തിരുവുത്സവമാണ് 2026. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന യാത്രയിലാണ് ഗൈസ്. നമ്മൾ എക്സിബിഷൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല ഇന്ന്. നമുക്ക് വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചിരിക്കാം. പിന്നെ നമ്മൾ എക്സിബിഷനും അതുപോലെ തന്നെ പുറത്തുള്ള സ്റ്റേജിലെ കലാപരിപാടികളൊക്കെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അപ്പൊ ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കാൻ കേട്ടോ ക്ഷേത്രത്തിലേക്ക്. സോ ഇതാണ് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. ഫ്രണ്ടാണ് ഈ ഭാഗം. ഞങ്ങൾ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് പിന്നെ ഞങ്ങൾ എക്സിബിഷൻ ഹാളിലേക്ക് കൂടെ പ്രവേശിച്ചു. ഈ ഒരു അമ്പലം കണ്ടിട്ട് നമ്മുടെ ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ എക്സിബിഷൻ ഹാളിൽ കയറിയിട്ട് ഓരോ കടകളായിട്ട് നമ്മൾ കയറി ഇറങ്ങി ലാസ്റ്റ് അവസാനം ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേ ആയിരുന്നു. അപ്പൊ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ഡേ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിക്കാൻ പറ്റി. അപ്പൊ ഞങ്ങൾ പോണ വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയി. അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഞങ്ങൾ തൊട്ടുഞ്ഞാലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കയറാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നമുക്ക് എല്ലാം ഓൾറൗണ്ട് ഫുള്ള് കറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ കറങ്ങിയതിന് ശേഷം പിന്നെ കയറാന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങി ഗൈസ്. അപ്പൊ ഈ വഞ്ചി കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡ്രൈവറിൽ പോയ ഓർമ്മയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഗൈസ്. ഭയങ്കര ആക്രാന്തത്തിൽ കയറി പോയതാണ് ഞാൻ വഞ്ചിയിൽ. പിന്നെ ഞാൻ ആ സാധനത്തിൽ ഇതുവരെ കയറിയിട്ടില്ല. വെറൈറ്റീസ് ഓഫ് മിഠായികൾ ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നിട്ടോ. പക്ഷെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തതിന്റെ സംഭവം ഞാൻ അവിടുന്ന് വാങ്ങിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പലാസോ പാന്റ് നോക്കാൻ പോയി. ആ സംഭവം എനിക്ക് ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സൈസിന് ഹൈറ്റ് ഇല്ല, സംഭവത്തിന് ഇറക്കം കുറവായതിനാണ് ഞങ്ങൾ സംഭവം അവിടെ വെച്ച്. ഈ ഒരു കുപ്പായില്ല, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് ബിഗ് ആയിരുന്നു. അപ്പൊ അതെനിക്ക് അത്രയും ഇഷ്ടമായില്ല. പിന്നെ കുറേ മാലകൾ ഉണ്ടായിരുന്നു, നല്ല വെറൈറ്റീസ് ഓഫ് മാലകൾ ഉണ്ടായിരുന്നു. പേളിന്റെ ഒക്കെ മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചപ്പൽ നോക്കാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. അപ്പോൾ ചപ്പലിന്റെ കുറെ വെറൈറ്റീസുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസുകൾ നോക്കാനായിട്ട് ഒരു ചീപ്പ്, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ഡൈ അടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ പിന്നെ ബാഗ് ഞങ്ങൾ നോക്കില്ല കേട്ടോ ഗൈസ്. പിന്നെ കമ്മൽ നോക്കാൻ വേണ്ടി കമ്മലുകൾ എനിക്ക് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനുശേഷം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കാർ കണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ കുറെ ചുറ്റിക്കറങ്ങുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നെ അവസാനം നമ്മൾ പുറത്തുള്ള സ്റ്റേജിൽ പരിപാടി കാണാനായിട്ട് പോയപ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്ന് ആനകൾ പുറത്തിറങ്ങുന്നത് കണ്ടത്. ആനകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ 2 അടികളും വലിച്ചിട്ട് ഞാൻ നിൽക്കുള്ളൂ. സോ ആനകളൊക്കെ പോയതിനു ശേഷം പിന്നെ നമ്മൾ സ്റ്റേജിൽ പരിപാടി കാണാൻ പോയിട്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നതിനാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഗൈസ്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ.